അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കടച്ചക്ക ഉണ്ടല്ലോ, ശീമച്ചക്ക വെച്ചിട്ട് ഒരു തീയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കാണ് ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ. ആദ്യമേ നമ്മൾ തേങ്ങ വറുത്തരച്ചുള്ള തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ എടുത്തു, തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് കുരുമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയും കൂടിയിട്ട് നന്നായിട്ട്, 2 വെളുത്തുള്ളി ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് നല്ല മൂപ്പിച്ച് നല്ല വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഒരു നല്ല വറുത്ത് വരുമ്പോൾ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇത്രയും പൊടിയും കൂടി ഇട്ട് അതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ പൊടികളിടാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടികൾ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 3 പൊടികളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ ചൂടൊക്കെ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ അരച്ച് പേസ്റ്റ് ആക്കാം. അപ്പം ഇത് അരയ്ക്കുന്ന സമയത്തിന്, ഇത് ചൂടാറുന്ന സമയത്തിന് നമുക്ക് ചട്ടിയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ശീമച്ചക്ക, കടച്ചക്ക, അതുപോലെ തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് വേവാൻ വെക്കുക. ഇത് ഈ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് 2 പച്ചമുളകും കൂടി ഇടണം കേട്ടോ. പച്ചമുളകിൻ്റെ ഒരു എരിക്ക് വേണ്ടിയിട്ട് ഇടണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തീയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ആ അരപ്പരച്ചു അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുക. നന്നായിട്ട് വേവണം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് അടച്ചു വെക്കുക. നല്ല വിളഞ്ഞ കടച്ചക്കയാണെങ്കിൽ പെട്ടെന്ന് വേവും കേട്ടോ. വിളവ് കുറവുള്ള കടച്ചക്കയാണെങ്കിൽ വേവാൻ കുറച്ച് താമസമാണ്. ഇതിപ്പം കുറച്ച് പൊട്ടായിരുന്നു, അതായത് ഒത്തിരി അങ്ങ് വിളഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് താമസം എടുത്തു കേട്ടോ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും നമുക്ക് അത് വേവുന്ന സമയത്തിന് നമുക്ക് അരപ്പരയ്ക്കാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ് ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളിയും കൂടെ ഇടണം കേട്ടോ. ആദ്യമേ ഞാൻ പുളി ഇടാൻ മറന്നുപോയി, പിന്നീട് ഞാൻ രണ്ടാമത് മറ്റേ പുളി ഇട്ട് കേട്ടോ. ഇത് പുളി നമ്മുടെ ഈ പുളി കുറച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് നമുക്ക് ഈ കടച്ചക്കയുടെ കൂട്ടിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ആ ജാറ് തന്നെ ഒന്ന് ജസ്റ്റ് കഴുകി അതിനകത്തുള്ള വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം കടച്ചക്ക ആയതുകൊണ്ട് നല്ല കുറുകി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ആവശ്യമാണ്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി കുറച്ച് കടുകും കൂടെ വറുത്തൊഴിച്ചാൽ, നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടല്ലോ, അപ്പോൾ കടുക് വറുത്തിടാണ് കേട്ടോ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കടച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശീമച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ നാടൻ വിഭവമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.